ആ പെണ്ണിന്റെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിവാഹബന്ധം ആലോചിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിന്റെ വാപ്പയെ വിളിച്ചു ചോദിച്ചു, നിങ്ങളുടെ മോൾക്ക് കല്യാണം വേണ്ടേ? ആ വേണം നബിയെ. ഞാനൊരു പുതിയാപ്പിളെ തന്നാൽ ഇഷ്ടമാകുമോ? നബിയെ, അങ്ങ് തരികയാണെങ്കിൽ, അങ്ങ് പറയുകയാണെങ്കിൽ അതിനോളം ഇഷ്ടമായ മറ്റെന്തുണ്ട് നബിയെ? അങ്ങ് പറയൂ നബിയെ, പറയൂ നബിയെ. ഞങ്ങൾ പറഞ്ഞു, ജുലൈബീബ് റളിയല്ലാഹു. നിങ്ങളും വാപ്പയും സംസാരിക്കുന്ന വിഷയം ഞാൻ കേട്ടു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കൊരു പുതിയാപ്പിളെ പ്രപ്പോസൽ ചെയ്തത് നിങ്ങൾക്കും വാപ്പാക്കും ഇഷ്ടമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജുലൈബീബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ പേര് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. ജുലൈബീബ് കാണാൻ ഭംഗിയില്ലാത്ത ആളാണെന്നും കേട്ടു. എന്നാൽ വല അബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രികിൻ വലൗ അഅജബകും. അവിശ്വാസിയായ ഒരാൾ എത്ര ഗ്ലാമറുള്ള, കാണാൻ ഭംഗിയുള്ള, ശരീരപുഷ്ടിയുള്ള ആളാണെങ്കിലും ഒരു മുസ്ലിമിനെക്കാളും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കാണാൻ ഭംഗിയില്ലാത്ത ഒരു അടിമയെന്ന് സങ്കല്പിക്കുക. അടിമയായ ഒരു മുസ്ലിമല്ലേ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അതുമാത്രമല്ല ഉമ്മ, ഉപ്പ, നിങ്ങൾ മറന്നുപോയോ വിശുദ്ധ ഖുർആൻ പറയുന്നത്? وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. ഉമ്മ, ഉപ്പ, അള്ളാഹുവിന്റെ കലാമല്ലേ പറഞ്ഞത്? വിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്? അള്ളാഹും അവന്റെ റസൂലും ഒരു വിഷയം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു അഭിപ്രായം അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനത്തെക്കുറിച്ച് മറുത്തൊന്ന് പറയാൻ പാടില്ല. അതാണ് സത്യവിശ്വാസി. അങ്ങനെയാണ് മുഅ്മിൻ. അങ്ങനെയാണ് മുഅ്മിനായ മുസ്ലിമായ ആയിക്കോട്ടെ. അള്ളാഹുവിന്റെ റസൂലല്ലയോ ഉമ്മ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്? നബിതങ്ങൾ പറഞ്ഞത് ഖൈറല്ലയോ ഉമ്മ? അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കണ്ട. എനിക്ക് ജുലൈബീബിനെ നിങ്ങൾ വിവാഹം ചെയ്യിച്ചു തന്നാൽ എനിക്കത് പൊരുത്തമാണ് എന്ന് അന്നത്തെ മോഡേൺ ചിന്താഗതി ഉണ്ടായിരുന്ന ഒരു ഉമ്മയെ, വാപ്പയെ തിരുത്തി കൊടുത്ത മുഅ്മിനത്തായ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയാണ് ഉമ്മത്തിന് മാതൃകയായവൾ. ആ പൊന്നുമോളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ അനുസരിക്കണമെന്ന് ഉമ്മയോട് വാപ്പയോട് തിരുത്തി കൊടുത്തത്. നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ആൺമക്കളും നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഉപ്പമാരും ഈ രീതിയിൽ അള്ളാഹും അവന്റെ റസൂലും കൊണ്ടുവന്ന പ്രപ്പോസൽ എങ്ങനെയോ ആ രീതിയിൽ നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ ഈ ഉമ്മത്തിന് അള്ളാഹു ഇസ്സത്ത് തരും. കുടുംബങ്ങളിൽ അള്ളാഹു സന്തോഷം തരും. ما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون الخيرة ببعين. بذنങ്ങൾ പറയുമായിരുന്നു, إذا أتاكم من ترضون دينه وأمانته فزوجوه إلا تكن فتنة في الأرض وفساد عريض. ഇപ്പൊ നാട്ടിലൊന്നും കാണുന്നില്ല, ടൗണിലൊക്കെ അല്ലെ? കേരളം വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ മദ്രാസിലോ ബോംബെയിലോ ബാംഗ്ലൂരിലോ ഒക്കെ ഇഷ്ടംപോലെ ഓവുചാലിന്റെ അടിയിൽ നിന്ന് അങ്ങനെ പൊങ്ങി വരുന്നത് കാണാം, സൊഫ് സൊഫായിട്ട് അല്ലെ, പന്നിക്കൂട്ടങ്ങൾ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാറില്ലല്ലേ? കണ്ണൂർ ടൗണിലൊന്നും ഇല്ലല്ലോ, കാണുന്നില്ല. മാഷാ അല്ലാഹ്, നമ്മുടെ കേരളത്തിൽ വൃത്തിയുണ്ടെന്നതിന്റെ ഒരു അടയാളമാണത്. അൽഹംദുലില്ലാഹ്. വലിയ അർബൻ ടൗൺഷിപ്പ് ഒക്കെ ആകുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് കൂട്ടമായിട്ട് പന്നികള് അഴുക്കുചാലിലൂടെ ജീവിക്കുന്ന കാഴ്ചകൾ നമുക്ക് എമ്പാട് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൂടെ യാത്രയിൽ ഒരുപാട് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു പന്നി ചെളിയിൽ മുങ്ങി, കറുത്ത ദുർഗന്ധമുള്ള ചെളിക്കാണ് ആ ചെറുപ്പക്കാരെ കുറ്റം പറയല്ല. ഇവരൊക്കെ നല്ലവരാണ്, ഒരുപാട് നന്മയുള്ളവരാണ്. പക്ഷേ ആരോഗ്യമുള്ള സമയമാണ്, ചോരത്തിളപ്പിന്റെ കാലമാണ്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത സമയം, ഭ്രാന്തമായ ചിന്തകൾ മനസ്സിലൂടെ പിശാച് കടത്തിവിടുന്ന നേരമാണ്. ഒരു അന്യ പെണ്ണിന്റെ കൂടെ ഒറ്റക്ക് ഒരു സ്ഥലത്തായി കഴിഞ്ഞാൽ വാർത്തകളൊന്നും കേൾക്കാതെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ജില്ലകളിലും, എല്ലാ മഹല്ലുകളിലും, എല്ലാ പഞ്ചായത്തുകളിലും, കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ ഇങ്ങ് വടക്കേ അറ്റം വരെ നമ്മുടെ നാടുകളിലൊക്കെ അടക്കിപ്പിടിച്ച പരസ്യമായ രഹസ്യങ്ങൾ ഒരുപാടുണ്ട്. എത്രയോ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സത്യവിശ്വാസന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് ഖുറൈശി പെണ്ണായിരുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു. ഖുറൈശികളും ശ്രേഷ്ഠത ഞാൻ കണ്ടിട്ടില്ല. വലാ അശദ്ദ തസ്ദീഖൻ ലികിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പോലെ നടപ്പിലാക്കുന്ന പെണ്ണുങ്ങളെ, അൻസ്വാരി പെണ്ണുങ്ങളെ അല്ലാതെ ഞാൻ കണ്ടില്ല. ശുദ്ധ ഖുർആൻ ഇറങ്ങി വരുന്നു.
അവരുടെ വേഷവിധാനത്തിന്റെ അച്ചടക്കം പഠിപ്പിച്ചുകൊണ്ട് ആയത്തിറങ്ങുന്നു. പെണ്ണുങ്ങൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് കുറക്കുന്ന വസ്ത്രം അവർ നേരെ നെഞ്ചിലേക്ക് താഴ്ത്തിയിടേണ്ടതാണ്. തലമറക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറയണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അവരുടെ ഹിമാർ വസ്ത്രം നെഞ്ചിലേക്ക് താഴ്ന്നു വരണം. നെഞ്ചു മറയുന്നത് തലമറക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെയാവണം, മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെയാവണം. അങ്ങനെ ഒരു ആയത്തിറങ്ങിയപ്പോൾ ആണുങ്ങൾ, പുരുഷന്മാർ, ഭർത്താക്കന്മാർ ഈ ആയത്ത് പെണ്ണുങ്ങൾക്ക് പെണ്ണ് നടക്കുമ്പോ മതിലിനോട് ചാരി നടന്നിട്ട് അവരുടെ വസ്ത്രങ്ങൾ മതിലുകളിൽ കുളത്തി വലിക്കാറുണ്ടായിരുന്നുവെന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അത്രക്കും തങ്ങളത് പറഞ്ഞു, അങ്ങനെ അംഗീകരിച്ചു. ഈ സ്വഭാവങ്ങൾ നമ്മുടെ പെണ്ണുങ്ങളിലും നമ്മുടെ സഹോദരിമാരിലും കാണപ്പെടണം. അല്ലാഹുവും റസൂലും അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാഹു നമുക്കതിനെ തൗഫീഖ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. صلاة ചൊല്ലുമ്പോൾ ഓട്ടോമാറ്റിക് നിൽക്കാൻ പറ്റുന്നവർ നിൽക്കുക. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم حوالينا ولا علينا، اللهم على الأكام والجبال ومنابت الشجر، اللهم حوالينا ولا علينا، اللهم على الأكام والجبال ومنابت الشجر، اللهم حوالينا ولا علينا، اللهم على الآكام والجبال ومنابت الشجر. ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മദീനത്തെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ആദ്യത്തെ അടയാളവും അവരിൽ ഏറ്റവും നല്ല മതിപ്പ് മഹദിക്കുണ്ടാവാൻ കാരണമായതും തസ്ദീഖുൽ കിതാബില്ലാഹ്, അല്ലാഹു എന്തു പറഞ്ഞുവോ അതപ്പടി നടപ്പാക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നു. മദീനത്തെ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിലേക്ക് ഒരുപാട് ആളുകൾ അന്ന് വന്നിട്ടുണ്ട്. അന്ന് പക്ഷേ നേരം ഒരൽപ്പം വൈകിയാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ന സ്വഹാബി വരുന്നത്. നേരം ഒരൽപ്പം വൈകിയിട്ടുണ്ട്. ജുമുഅ തുടങ്ങിയിട്ടുണ്ട്. ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ബാക്കില് കുറെ ആളുകൾ ഇങ്ങനെ ഇടം കിട്ടാതെ, ഇരിക്കാൻ സൗകര്യമില്ലാതെ, മദീനത്തെ അന്നത്തെ ചെറിയ പള്ളിയല്ലേ, സ്വഹാബിമാരിങ്ങനെ നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ അവരോട് പറഞ്ഞു, തങ്ങൾ ഇരിക്കുന്നവരോട്, നിൽക്കുന്ന ആളുകളോടൊക്കെ പറഞ്ഞു, ഇജ്ലിസൂ, നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ടവർ പള്ളിയുടെ മുറ്റത്തെ എത്തിയിട്ടുള്ളൂ. അപ്പോഴാണ് ഇജ്ലിസൂ, ഇരിക്കുക എന്ന് നബി തങ്ങൾ പറയുന്നത്. കേട്ടത് പരമാർത്ഥം. പള്ളിയിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ ആ വഴിയിൽ തന്നെ ഇരുന്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഇജ്ലിസൂ എന്നല്ലേ പറഞ്ഞു, ഇരിക്കാനല്ലേ നബി തങ്ങൾ പറഞ്ഞത്. ഇത് ആരോട്, എന്തോ, എന്തിന് എന്നൊന്നും ബഹുമാനപ്പെട്ടവർക്കറിയില്ല. ഹബീബ് ഇരിക്കാൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഇരിക്കുകയാണെന്ന് പറയുകയും പള്ളിയുടെ മുറ്റത്ത് തന്നെ ഇരിക്കുകയും ചെയ്തു അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. എന്താണ് ആ സ്വഭാവം? തങ്ങൾ പറഞ്ഞോ, ഞാൻ അംഗീകരിച്ചു. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടുത്തെ ഖതീബുമാർ, ഉസ്താദുമാർ, അവർ അള്ളാഹുവിന്റെ ദീനിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ. നമ്മുടെ മഹല്ലുകളിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോ അവരുടെ നിർദ്ദേശം അള്ളാഹുവിന്റെ ദീനിന്റെ നിർദ്ദേശങ്ങളായി, അവർ നൽകുന്ന ഉപദേശങ്ങൾ അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞതിന് വിരുദ്ധമല്ലേ, നമ്മൾ അവർ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്. ഉദാഹരണം പറയാം, ഓരോരുത്തരും അഭിപ്രായം പറയരുത്. ഒന്നിനേക്കാളും മെച്ചപ്പെട്ട അഭിപ്രായം വേറെയുണ്ടാകും, ഒരാളിന്റെ ചിന്താഗതിയെക്കാളും മെച്ചപ്പെട്ടത് വേറെയുണ്ടാകും. എന്നാലും ഒരു നേതൃത്വത്തെ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും, ആ നേതാവ് പറഞ്ഞതിനേക്കാളും ഉത്തമമായ വേറെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും
അവിടെ വിഘടനമില്ലാതിരിക്കുകയും പരസ്പരം തമ്മിൽ തല്ലാതിരിക്കുകയും പരസ്പരം എതിരഭിപ്രായം കാണിക്കാതിരിക്കുകയും അവിടെ വാക്കൗട്ട് നടത്താതിരിക്കുകയും അവിടെ എഴുന്നേറ്റ് പോയി അപമാനിക്കാതിരിക്കുകയും ചെയ്ത് ഒരു നേതൃത്വത്തെ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തെക്കാളും ഈ അഭിപ്രായം ഒരൽപ്പം താഴെയാണെങ്കിൽ തന്നെയും ഇമാറത്ത് അംഗീകരിച്ചതിന്റെ പേരിൽ അള്ളാഹു ഈ ഉമ്മത്തിനതിൽ ബറക്കത്ത് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാളും മെച്ചപ്പെട്ട അഭിപ്രായമൊക്കെ വേറെ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു നേതൃത്വം അംഗീകരിക്കുമ്പോൾ അള്ളാഹു അതിലൊരു ബറക്കത്ത് തരും. ലാ തജ്തമിഉ ഉമ്മത്തി അലാ ളലാല. എന്റെ സമൂഹം മൊത്തമായി ചെയ്യുന്ന ഒരു വിഷയം ഒരിക്കലും വഴിപിഴച്ചതാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോഴാ ഇജ്ലിസു ഇരിക്കണേ എന്ന് പറയുന്നത്. കേട്ടത് പരമാർത്ഥം അവിടെ ഇരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ സ്വഹാബികൾ പറഞ്ഞു, നബിയേ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ കടന്നു വരുമ്പോ അങ്ങ് എന്താണ് പറഞ്ഞത് എന്ന് അറിയാതെ ബഹുമാനപ്പെട്ടവർ അങ്ങ് ഇജ്ലിസു എന്ന് പറഞ്ഞപ്പോഴേക്കും പള്ളിയുടെ മുറ്റത്തങ്ങ് ഇരുന്നു നബിയേ എന്ന് പറഞ്ഞു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണെന്ന് അറിയണമേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സാദഖല്ലാഹു ഹിർസാ അലാ തവാഇയത്തില്ലാഹി വറസൂലിഹി. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാനുള്ള ഈ ആഗ്രഹം അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് വർദ്ധിപ്പിച്ചു തരട്ടെ. സാദഖല്ലാഹു ഹിർസാ അലാ തവാഇയത്തില്ലാഹി വറസൂലിഹി. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാനുള്ള ഈ വല്ലാത്തൊരാഗ്രഹം നിങ്ങൾക്ക് അള്ളാഹു എമ്പാടും വർദ്ധിപ്പിച്ചു തരട്ടെ. നിങ്ങളത് പറഞ്ഞു, അങ്ങ് ചെയ്തു. ഹബീബായ നബി തങ്ങൾ അന്ന് ചെരുപ്പടിച്ചു വെച്ചുകൊണ്ട് നിസ്കരിച്ചു. ചെരുപ്പ് ത്വാഹിറാണെങ്കിൽ, ശുദ്ധമാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു മണ്ണിൽ നിസ്കരിക്കുകയാണെന്ന് വിചാരിക്കുക, പള്ളിക്കകത്തല്ല. ചെരുപ്പിട്ടുകൊണ്ട് ഒരാൾ നിസ്കരിച്ചാലും നിസ്കാരം സഹീഹാവുമെന്നാണ് ഫുഖഹാഇന്റെ അഭിപ്രായങ്ങളിൽ കാണാൻ കഴിയും. ഹബീബായ നബി തങ്ങൾ നിസ്കരിച്ചപ്പോൾ അന്ന് ചെരുപ്പഴിച്ചു വെച്ചു. ചെരുപ്പഴിച്ചു വെച്ചപ്പോ സ്വഹാബികൾ മുഴുവനും ചെരുപ്പഴിച്ചു വെച്ചു. നബി തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങളത് ചെയ്യാൻ കാരണം? അവർ പറഞ്ഞു, നബിയേ, റഅയ്നാക ഖലഅത നിആലക. അങ്ങ് ചെരുപ്പഴിച്ചത് കണ്ടു നബിയെ, ഞങ്ങൾ അതങ്ങ് ചെയ്തു. അങ്ങ് ചെയ്തപ്പോ ഞങ്ങൾ ചെയ്തതാണ്. ഞങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ ചെരുപ്പിന്റെ അടിയിൽ നജസുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോ, എന്റെ ചെരുപ്പുകൾക്ക് വൃത്തിയില്ല എന്നറിഞ്ഞപ്പോ ഞാൻ അതുകൊണ്ട് മാറ്റിവെച്ചതാണ്. വൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് മാറ്റിവെക്കേണ്ടതില്ലായിരുന്നല്ലോ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തപ്പോഴേക്കും സഹാബത്ത് ചെയ്തു. ഹബീബായ നബിയെ ഇങ്ങനെ ഇത്തിബാ ചെയ്തപ്പോഴാണ് നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ട് അല്ലാഹു അഭിമാനം നൽകിയവരാണ് മുസ്ലിമീങ്ങൾ. ഈ അനുസരണ, അല്ലാഹുവിന്റെ നിയമം അങ്ങനെയാണെങ്കിൽ ഞാനത് സ്വീകരിച്ചു എന്ന് പറയുന്നത്, അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ അന്ന് അഹ്സാബ് യുദ്ധം നടക്കുമ്പോൾ, ഖന്തഖിന്റെ ഭാഗമായ അഹ്സാബ് യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മദീനയിലെ രണ്ട് സഅദുമാരെ വിളിച്ചു. സഅദ് ഇബ്നു അബീ വഖാസ് എന്നവരെയും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെയും രണ്ടുപേരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സഅദേ, എന്റെ ഒരു അഭിപ്രായം ഈ യുദ്ധം ഒഴിവായി കിട്ടാൻ വേണ്ടി മദീനയുടെ വിഭവങ്ങളിൽ, മദീനയുടെ പഴവർഗ്ഗങ്ങളിൽ നിന്ന്, മദീനയിൽ കായ്ക്കുന്ന മരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫലം അതിന്റെ 1/3 1/3 ഈ മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാർക്ക് കൊടുത്ത് നമ്മൾ അങ്ങ് യുദ്ധം ഒഴിവാക്കിയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങൾ ചോദിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്സാബ് യുദ്ധം നടക്കുന്നു, ദ ബാറ്റിൽ ഓഫ് കോൺഫെഡറേറ്റ്സ്. കാരണം ഒരുപാട് ആളുകൾ, ഒരുപാട് സംഘം, ജൂതന്മാർ അതിലുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അതിൽ മക്കയിലെ മുശ്രിക്കീങ്ങളുണ്ട്, മതമില്ലാത്തവരുണ്ട്, എല്ലാവരും ഒരുമിച്ച് അള്ളാഹുവിന്റെ റസൂലിനെതിരെ, സ്വഹാബത്തിനെതിരെ മദീനയെ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്. ആ യുദ്ധം എന്തെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ട് ഒഴിവാക്കണമെന്നാണ് ഹബീബിന്റെ ആഗ്രഹം. യുദ്ധം നടത്തണമെന്നല്ല റസൂലിന്റെ ആഗ്രഹം. ചോര ചിന്തണമെന്നല്ല ഹബീബ് പഠിപ്പിച്ചത്. ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിൽ നിന്ന് പ്രഗത്ഭരായ 2 സഅദുമാരോടാ ചോദിച്ചത്. സഅദുമാരെ, സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു അബീ വഖാസ്, എന്താ അഭിപ്രായം? മദീനയുടെ ഈത്തപ്പഴത്തിന്റെ വരുമാനത്തിന്റെ 1/3 മുശ്രിക്കീ കൊടുത്ത് അവരുടെ നേതാക്കന്മാർക്ക് കൊടുത്തിട്ട് അവരെ ഇന്ന് യുദ്ധം ഒഴിവാക്കിയാലോ?
ആണോ അതല്ല ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രപ്പോസൽ ചെയ്യാണ്, എന്താണ് നബി ഇത്? അവര് പറഞ്ഞു, ഹബീബായ തങ്ങൾ പറഞ്ഞു, ബൽ ശൈഉൻ നസ്നഉഹു ലക്കും, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്, ഇത് എന്റെ ഒരു തീരുമാനമാണ്, ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല, പക്ഷെ നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ എന്റെ അഭിപ്രായം ഇതാണ്. ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഅദ് ഇബ്നു മുആദ് എന്നവർ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങളും ഇവരും ഒരുപോലെ വിഗ്രഹങ്ങളെ, ബിംബങ്ങളെ ആരാധിച്ചവരാണ്, ഒരുപോലെ ഞങ്ങളും അവരും വിഗ്രഹങ്ങളെ ആരാധിച്ച് ജീവിച്ച്, ഫമന്നല്ലാഹു അലൈനാ ബിൽ ഇസ്ലാം, അല്ലാഹു ഞങ്ങൾക്ക് ഇസ്ലാം തന്നു നബിയേ, ഞങ്ങൾ മുസ്ലിമീങ്ങളായി, അവര് കുഫറിലാണ്. ഹബീബായ നബിയേ, അവർക്ക് മദീനയിൽ നിന്ന് വല്ലതും തിന്നേണമെങ്കിൽ അവർ ഞങ്ങളുടെ അതിഥികളായി വരണം, അല്ലെങ്കിൽ അവർ ഞങ്ങളിൽ നിന്ന് പൈസ തന്നു വാങ്ങിക്കണം. അഫഹീന അക്രമനല്ലാഹു ബിൽ ഇസ്ലാം വഅസ്സനാ ബിഹി വബിക നുഅതീഹിം അംവാലനാ. നബിയേ, കുഫറിലായിരുന്ന കാലത്ത് തന്നെ ഞങ്ങളും അവരും ബഹുദൈവ വിശ്വാസികളായിരുന്നപ്പോ മദീനയുടെ സമ്പത്ത് ഞങ്ങൾ അവർക്കാർക്കും കൊടുത്തിട്ടില്ല. അവരതിഥികളായി വരുമ്പോൾ ഞങ്ങൾ കൊടുക്കും ആതിഥ്യ മര്യാദ, പിന്നെ അവർ ഞങ്ങളിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കും. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെയാണ്. മുസ്ലിമീങ്ങളായതിന്റെ ശേഷം അല്ലാഹു ഞങ്ങളെ ഇസ്ലാം കൊണ്ടും അങ്ങയെ തന്നുകൊണ്ടും ആദരിച്ചതിന്റെ ശേഷം നോക്കണം, അല്ലാഹുവിന്റെ റസൂലിനെയാ പറയുന്നത്, നബിയെ, നിങ്ങളെ അല്ലാഹു ഞങ്ങൾക്ക് തന്നത്, അല്ലാഹു ഞങ്ങൾക്ക് തന്ന അഭിമാനമാണ്. എന്നിട്ട് ഞങ്ങൾ ഈ നീചമായ നിന്ദ്യമായ രീതിയിൽ അവരോട് അടിയറവ് പറയേണ്ടതുണ്ടോ നബിയെ? എന്തിനാ നബിയെ നമ്മൾ അതിന് നിൽക്കുന്നത്? അല്ലാഹുവിന് വേണ്ടി ജീവസമർപ്പണം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് നബിയെ, അത് ചെയ്യണ്ട എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനമല്ല, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ അതിനു വേണ്ടി ഹബീബായ നബി ഞങ്ങൾക്ക് മറുപടി കൊടുത്തതാ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. എന്താണ്? അള്ളാന്റെ വിഷയമാണോ, ഹബീബിന് ഇഷ്ടമാണോ, പിന്നെ അവിടെ അപ്പീലില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഹബീബ് പ്രപ്പോസൽ ചെയ്യുകയാണോ എങ്കിൽ ഞങ്ങൾ അഭിപ്രായം പറയാം. അങ്ങനെയാണ് അഹ്സാബ് യുദ്ധമുണ്ടാകുന്നത്. ഹുനൈൻ യുദ്ധം നടന്ന സമയം, മക്ക വിജയത്തിന് ശേഷം മുസ്ലിമീങ്ങളായ ആളുകളിൽ ഒരുപാട് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സമയം ഹുനൈൻ യുദ്ധം നടക്കുകയും ഒരു ഇന്നോവ കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 4 വീലോ ഒരു XUV എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങനെ കണക്കാക്കണം. അത്രയും ലോഡ് താങ്ങുന്ന, യാത്ര ചെയ്യാൻ പറ്റുന്ന, വളരെ കൂടുതൽ മരുഭൂമിയിൽ യാത്ര, അന്നൊക്കെ ഓഫ് റോഡ് പോണ ഒട്ടകം തന്നെ വേണ്ടേ? അപ്പൊ അന്നത്തെ 4 വീലാണ് ഇപ്പൊ ഈ ഒട്ടകം. ഒരാൾക്ക് 100 ഒട്ടകം വീതം കിട്ടിയെന്നാ പറഞ്ഞത്. അപ്പൊ എത്രയായിരിക്കും ആ സമ്പത്ത്? യുദ്ധത്തിൽ കൂടിയ ആളുകൾക്ക് ഒരാൾക്ക് 100 വീതം ഒട്ടകം. അല്ലാഹുവിന്റെ ഹബീബ് അതൊക്കെ ഓഹരി വെച്ച് കൊടുത്തത് ആർക്കാണെന്നറിയോ? ഇന്നലെ വരെ ഇസ്ലാമിലായി നിന്ന് ഇന്ന് മുസ്ലിമായി വന്ന, അല്ലെങ്കിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിമായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ കൊടിയ മുശ്രിക്കുകളായ ആളുകൾക്ക്, ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു, അബൂ ജഹലിന്റെ മോൻ, അവർ അവസാന കാലഘട്ടങ്ങളിലാണ് മുസ്ലിമായത്. അന്നത്തെ ഇസ്ലാമിന്റെ വിരുദ്ധ പക്ഷത്തു നിന്ന് പോരാടിയിരുന്ന ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങളായി വന്നതിൽ പിന്നെ ഹബീബായ നബി ഞങ്ങൾ സമ്പത്തെല്ലാം വാർപൂച്ചിയായി കിട്ടിയ, യുദ്ധം മുതലായി കിട്ടിയ സമ്പത്ത് മുഴുവനും ഇസ്ലാമിലേക്ക് അടുത്ത് കടന്നു വന്ന മക്കക്കാർക്ക് മുഴുവനും വീതിച്ചു കൊടുത്തു. അപ്പം മദീനക്കാരായ അൻസ്വാരികൾ കൂടെയുണ്ട്, ഹബീബിന്റെ കൂടെയുണ്ട്. അവരാണ് യുദ്ധം ചെയ്തത്, അവരാണ് നബി ഞങ്ങളെ 10 കൊല്ലം മദീനയിൽ താമസിപ്പിച്ചത്, അവരാണ് ഹബീബായ നബി ഞങ്ങളുടെ കൂടെ നിന്ന് പോരാടിയത്. ബദറിലും ഉഹദിലും ഹന്തക്കിലും ഒക്കെ, ഹുനൈനിലും അവരാണ് പോരാടിച്ചവരൊക്കെ പേടിച്ചോടിയവരാണ്. എന്നിട്ട് അവരിൽ ഒരാൾക്ക് പോലും ഒരൊട്ടകമോ ഒരാടോ ഒന്നും കൊടുത്തില്ല റസൂലുള്ളാഹി തങ്ങൾ. കൊടുത്തത് മുഴുവനും പുതുതായി മുസ്ലിമീങ്ങളായ ആളുകൾക്ക്. സ്വഹാബത്തിനിടയിൽ മുറുമുറുപ്പുണ്ടായി. അൻസ്വാരികളായ ആളുകൾ പലതും പറയാൻ തുടങ്ങി. ചില ആളുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോ, മക്ക നബിയുടെ നാടല്ലേ, നബി തങ്ങൾ ജനിച്ചു വളർന്ന പ്രദേശമല്ലേ, സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോ നമ്മൾ മദീനക്കാരെ നബി തങ്ങൾ മറന്നുവല്ലോ.
നമുക്കൊന്നും തന്നില്ല. നബി തങ്ങൾക്ക് നാട്ടുകാരെ തന്നെയാണ് ഇഷ്ടം. ചില ആളുകൾ പറയാൻ തുടങ്ങി, ഹബീബായ നബിയുടെ ചെവിയിലേക്ക് വിഷയമെത്തുന്നു, നബിയേ, അൻസ്വാരികളായ മദീനക്കാരായ ആളുകൾക്ക് ഇത് ഇഷ്ടമായിട്ടില്ല നബിയെ അങ്ങ് ചെയ്തത്. നബി തങ്ങൾ പറഞ്ഞു, നാദിൽ അൻസ്വാർ, അൻസ്വാരികളെ മുഴുവനും വിളിച്ചു കൊണ്ടുവരണം, എല്ലാവരോടും ഇപ്പോഴേ എന്റെ മുമ്പിൽ വരാൻ പറയണം, എല്ലാ മദീനക്കാരും വരണം. എല്ലാവരും വന്നു. ഏതെങ്കിലും മുഹാജിറുകൾ അതിനിടയിലൂടെ വരികയാണെങ്കിൽ തടഞ്ഞു വെക്കണ്ട, അവരും വന്നോട്ടെ. എല്ലാവരും വന്നിരുന്നു. ഞങ്ങൾ ചോദിച്ചു, എല്ലാവരും എത്തിയോ? സഅദ് റളിയല്ലാഹു അൻഹുവാണ് നേതാവ്. സഅദേ, മാ മഖാലത്തുൻ വസലത്നി, എന്റെ ചെവിയിൽ കേട്ട ആ വർത്തമാനങ്ങൾ എന്താണ് സഅദേ? പറഞ്ഞു, നബിയേ, ഞങ്ങളിലെ താഴേക്കിടയിലുള്ള കുറച്ച് ചെറുപ്പക്കാരാണ് പറഞ്ഞത്, മുതിർന്ന ആളുകളല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത് സഅദേ? നബിയെ, അവര് പറഞ്ഞത്, ഞങ്ങൾ നബിയുടെ കൂടെ യുദ്ധം ചെയ്ത ആളുകളല്ലേ, ഞങ്ങളല്ലയോ ഹബീബിനെ സംരക്ഷിച്ചവര്, ഞങ്ങളല്ലേ ഹബീബിനെ ത്വലഅൽ ബദ്റു അലൈനാ എന്ന് പാട്ടുപാടി മദീനയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത്. ആ മദീനയിൽ നിന്ന് മക്കയിലേക്ക് നമ്മളിപ്പോ വന്നു. മക്ക അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മനാടാണ്. മക്കയിലാണ് കഅബയുള്ളത്. മക്കം ഫതഹാവുകയും കഅബാലയം ശുദ്ധിയാവുകയും മക്ക ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയും ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂല് സ്വന്തം നാട്ടുകാരെ കണ്ടപ്പോ നമ്മളെയൊക്കെ മറന്നുപോയല്ലേ എന്ന് നബിയെ, ഞങ്ങളിൽ വളരെ ചെറുപ്പക്കാരായ ചില ആളുകൾ പറഞ്ഞു പോയിട്ടുണ്ട് നബിയെ, മുതിർന്ന ഞങ്ങളൊന്നുമല്ല പറഞ്ഞത്. സഅദേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സഅദ് തങ്ങൾ പറഞ്ഞു, നബിയേ, വഅന റജുലുൻ മിൻ ഖൗമി, ഞാൻ എന്റെ ഖൗമിൽപ്പെട്ട ഒരാൾ തന്നെയല്ലേ നബിയെ, അവര് പറയുന്നത് തന്നെയാണ്, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല നബിയെ, പറഞ്ഞത് ചെറുപ്പക്കാരാ, പക്ഷെ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലിരിപ്പ് അങ്ങനെ തന്നെയാണ്. നബി എന്തേ നമുക്കൊന്നും തരാതിരുന്നത്? നബി എന്തേ ഞങ്ങളോട് പിണങ്ങിയത്? ഒന്നുമല്ല, ഹബീബിന്റെ കൈ കൊണ്ടൊന്ന് കിട്ടുക എന്ന ബറക്കത്ത് അൻസ്വാരികൾ എന്നും ആഗ്രഹിച്ചതാ. ഹുനൈനിൽ ഒന്നും കൊടുത്തില്ല നബി തങ്ങൾ. ഞങ്ങൾക്കും വിഷമായി, അൻസ്വാരികൾക്കും വിഷമായി. നബി തങ്ങൾ എല്ലാരും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവൂലേ, ചിലപ്പോ മഹല്ലത്തിൽ ഉണ്ടാവും. നമ്മുടെ എന്താ പറയല്, ജനറൽ ബോഡിയിലൊക്കെ ചിലർ പൊട്ടിത്തെറിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന, സൗമ്യമായി സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നങ്ങളെ അള്ളാഹുവിന്റെ ഭൂമിയിലുള്ളൂ. ഏതെങ്കിലും ഒരാൾ ഒന്ന് ചൂടായി സംസാരിക്കുമ്പോഴിപ്പുറത്ത് വേറൊരാൾ ചൂടാവുക വേണ്ട. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹിന്റെ പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി, എല്ലാം ഈ പള്ളി കമ്മിറ്റി എന്നൊക്കെ പറയണത്, നമുക്കതിന്റെ പേരിൽ പിന്നെ പോലീസിനെ ഏൽപ്പിക്കുക, പോലീസിന്റെ കാവൽ ആവശ്യമായിട്ട് വരിക. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന പള്ളിയിൽ പോലീസിന്റെ കാവൽ ഒക്കെ ഉള്ളിലൂടെ ആലോചിച്ച വലിയ അപമാനമാണ്, മാനക്കേടാണ്, വലിയ പ്രശ്നങ്ങളാണ്. അതൊന്നും ഉണ്ടാവരുത്. അള്ളാഹു നമ്മുടെ നാട്ടിൽ ഐക്യവും സ്നേഹവും സമാധാനവും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിർത്തി തരട്ടെ. അതിനുവേണ്ടി ദ്വാരന്നോളി. ജുമാക്ക് പള്ളിക്ക് മുമ്പ് തന്നെ വേറെ ജുമാഅത്ത് പള്ളി, പള്ളിന്റെ മുമ്പ് തന്നെ വേറെ പള്ളി, മദ്രസക്ക് മുമ്പ് തന്നെ വേറെ മദ്രസ, അങ്ങനെയൊക്കെ സർവ്വ മഹല്ലുകളിലും ഫിത്ന ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ലോബി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഉടനീളം സമാധാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലത്തും ഫിത്നയാക്കാൻ കമ്മിറ്റികളിൽ കയറിപ്പറ്റ ഞങ്ങൾ വേണം, ഞങ്ങൾക്കും ഭരിക്കണം, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ എന്തിന് തകരാറിലാക്കണം? ആർക്കു വേണ്ടിയാണിത്? അങ്ങനെ ജുമുഅ കേൾക്കുന്നിടത്ത് തന്നെ അടുത്ത ജുമുഅ തുടങ്ങുന്നു. പള്ളിയുടെ മുമ്പിൽ തന്നെ പള്ളി. ഒന്നും അല്ലാഹു സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, നിലവിലുണ്ടായിരുന്നൊരു ജുമുഅ ഉണ്ടായിരിക്കെ തൊട്ടടുത്തൊരു ജുമുഅ ഉണ്ടായാൽ പുതുതായി വരുന്ന ആ ജുമുഅ സ്വീകരിക്കില്ല എന്ന വിഷയം 100% ഉറപ്പാണ്. ജുമുഅ കിട്ടൂല, അവർക്ക് ളുഹറും കിട്ടൂല, അവർക്ക് ആ നിസ്കാരം നഷ്ടപ്പെടുത്തിയതിന്റെ കുറ്റമാണ് ഉണ്ടാവുക. പള്ളിയല്ലേ, ബാങ്കല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മത്തിന്റെ ഐക്യം അതിലും വലുതാണ്. അല്ലാഹു തആല നമ്മെ സമാധാനത്തിലാക്കി തരട്ടെ. എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും കൂടിയിരുന്ന് സമാധാനപരമായി പരിഹരിക്കുക. മുറുമുറുപ്പ് പറയാതെ, പരസ്പരം നമ്മൾ വൈരാഗ്യത്തോടുകൂടെ സംസാരിക്കാതെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. നബി തങ്ങൾ വിളിച്ചു അൻസ്വാരികളെ, എല്ലാവരും വന്നിരിക്കാൻ. 100 കണക്കിന് ആളുകൾ, 1000-ഓളം ആളുകൾ അൻസ്വാരികൾ തന്നെയുണ്ട്. അവരോടാ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞതോ വിചാരിച്ചതോ ഞാൻ അറിഞ്ഞു. സ്വന്തം നാട്ടുകാരായ എന്റെ മക്കക്കാരെ കണ്ടപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുകയും നിങ്ങൾക്ക് നൽകാതിരിക്കുകയും ചെയ്തതിൽ നിങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു.
ഞാനല്ലയോ അള്ളാഹുവിന്റെ ദൂതനായി നിങ്ങളിലേക്ക് വന്നത്? ഔസ് ഖസറജായി 2 ഗോത്രമായി നിങ്ങൾ തമ്മിൽ തല്ലിയപ്പോ നിങ്ങളെ ഒരുമിപ്പിച്ചത് ഞാനല്ലയോ? വലാ യാ റസൂലല്ലാഹ് വലില്ലാഹിൽ മിന്നത്തു വലിറസൂലിഹി, അല്ലാഹുവിനും അവന്റെ റസൂലിനും തന്നെയാണ് ഞങ്ങൾക്ക് ഉപകാരം ചെയ്തതിന്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ്. കുൻതും ദാദുല്ലാലൻ വഹദാകുമുല്ലാഹു ബി, നിങ്ങൾ വഴിതെറ്റി ജീവിച്ചപ്പോൾ അല്ലാഹു അല്ലയോ ഞാൻ കാരണം നിങ്ങൾക്ക് ഹിദായത്ത് തന്നത്? ബലാ യാ റസൂലല്ലാഹ് വലില്ലാഹിൽ മിന്നത്തു വലിറസൂലിഹി, ആ ഉപകാരം ചെയ്തത് അല്ലാഹുവും റസൂലും തന്നെയാ നബിയെ, സംശയമില്ല. നിങ്ങൾ അപമാനിതരായി ജീവിച്ചിരുന്ന കാലത്ത് എന്നെ കൊണ്ടല്ലേ അല്ലാഹു നിങ്ങൾക്ക് അഭിമാനം തന്നത്? തീർച്ചയായും നബിയേ, ബലാ യാ റസൂലല്ലാഹ് വലില്ലാഹിൽ മിന്നത്തു വലിറസൂലിഹി. തങ്ങൾ ഇതൊക്കെ പറഞ്ഞു അവരിങ്ങനെ കേൾക്കണം മിണ്ടാതെ. അതേ നബിയെ തങ്ങൾ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. വലഇൻ ഖുൽതും വലസദഖ്തും വലസുദ്ദിഖ്തും, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ പറയുന്നത് സത്യമാണ്, അത് സത്യമായി അംഗീകരിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാൻ പറ്റും, നബിയേ അതൈതനാ തുരീദൻ ഫആവൈനാക്, മക്കക്കാർ അങ്ങയെ ജന്മനാട്ടിൽ നിർത്താതെ വിട്ടപ്പോ അങ്ങേക്ക് അഭയം തന്നത് ഞങ്ങളല്ലയോ നബിയേ എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. നബിയെ, കയ്യിൽ 5 കാശില്ലാതെ അങ്ങും അനുയായികളും വന്നപ്പോ ഞങ്ങളല്ലയോ നബിയെ അങ്ങേക്ക് ജീവിക്കാനുള്ള വരുമാനവും സംവിധാനങ്ങളും ജീവിക്കാനുള്ള കാര്യങ്ങളിൽ ഞങ്ങളല്ല നബിയെ നിങ്ങളെ സഹായിച്ചത്? നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ അത് സത്യം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നബിയെ ദുർബലരായി നിൽക്കുന്ന കാലത്ത് ഞങ്ങളല്ലയോ നബിയെ നിങ്ങൾക്ക് കൂടെ നിന്ന് സഹായിച്ചത് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, അത് സത്യമായി അംഗീകരിക്കപ്പെടുകയും ചെയ്യും ഒക്കെ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കും ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട്. എന്റെ വിഷയമതല്ല. ഇന്നലെ വരെ മുസ്ലിമാവാതെ ഇസ്ലാമിലേക്ക് അടുത്ത് കടന്നു വന്ന ചില ആളുകൾ, അവരുടെ മനസ്സിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ, ഇസ്ലാമിൽ നിന്നവര് പിറകോട്ട് ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് ദുന്യാവിന്റെ ചില എച്ചിലുകൾ കൊടുത്തതാണോ നിങ്ങൾക്ക് വിഷമമുണ്ടായത്? സഹാബത്ത് കരയാൻ തുടങ്ങാണ് ഇനി മുതൽ. എങ്ങനെ ഇന്നലെ വരെ മുസ്ലിമല്ലാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും വൽ മുഅല്ലഫതി ഖുലൂബുഹും എന്ന് ഖുർആൻ പറഞ്ഞ പോലെ ഇസ്ലാമിൽ അവരുടെ മനസ്സൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിൽ നിന്ന് ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടി ദുന്യാവിന്റെ ചില എച്ചിലുകൾ ഞാൻ അവർക്ക് ദുന്യാവിന്റെ ചില എച്ചിലുകൾ എന്നാണ് തങ്ങൾ പറഞ്ഞത്. അത് ഞാൻ അവർക്ക് കൊടുത്തു. വവക്കൽതുകും ഇലാ ഈമാനിക്കും, നിങ്ങൾക്ക് അടിയുറച്ച ഈമാൻ ഉണ്ടല്ലോ എന്ന് ഞാൻ കരുതുകയും നിങ്ങളുടെ ആ ഈമാനിന്റെ ബലത്തിൽ ഞാൻ ആശ്വസിക്കുകയും ഇവർക്ക് ഈമാൻ കുറവല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവർക്ക് കുറച്ച് പൈസ കൊടുത്തതാണോ നിങ്ങൾക്ക് വിഷമമുണ്ടാക്കിയത്? ആപത്ത് തേങ്ങാൻ തുടങ്ങുന്നു. വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അൻസാരികളെ, ലൗലൽ ഹിജ്റ ലകുൻതു റജുലൻ മിനൽ അൻസാർ, പലായനം ചെയ്യുക എന്ന ഹിജ്റ, മദീനയിലേക്ക് മക്കയിൽ നിന്നുള്ള യാത്രയില്ലായിരുന്നുവെങ്കിൽ, ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാരികൾപ്പെട്ട ഒരാളാകുമായിരുന്നു, ഞാൻ മദീനക്കാരനാകുമായിരുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ ജനങ്ങളെ? മക്കക്കാരായ ആളുകൾ അവരുടെ വീടുകളിലേക്ക് ആടിന്റെയോ ഒട്ടകത്തിന്റെയോ കയർ പിടിച്ചു പോകുമ്പോൾ അവർക്ക് ഞാൻ കൊടുത്ത ഗനീമത്ത് സ്വത്തിന്റെ കയറ് പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് അവരെ നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായത്? ആടിന്റെ കയറ് പിടിക്കുന്നതോ റസൂലിന്റെ കൈ പിടിക്കുന്നതോ? ഞങ്ങൾക്ക് കിട്ടിയ ഓഹരി മതി നബിയെ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലേ അങ്ങ്
മതി. ഹബീബ് പറയാണ്, നിങ്ങൾക്ക് അടിയുറച്ച ഈമാൻ ഉണ്ടായതിന്റെ പേരിൽ നിങ്ങളുടെ ഈമാനൊന്നും ഇനി ഇളകിപ്പോകില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഞാൻ തരാതിരുന്നതും, ഇവരുടെ ഈമാൻ ദുർബലമാണെന്ന് കണ്ടതിന്റെ പേരിലാ അവർക്ക് ഞാൻ കൊടുത്തതും. അതിൽ നിങ്ങൾ എന്നോട് വെറുപ്പ് വിചാരിക്കുകയാണോ? അല്ലാഹുമ്മ പടച്ചവനെ, നിന്നെ മുൻനിർത്തി പറയട്ടെ, ലൗ സലകന്നാസു ശഅബൻ വസലകൽ അൻസ്വാറു ശഅബൻ ലസലക്തു ശഅബൽ അൻസ്വാർ. ജനങ്ങളെല്ലാവരും ഒരു മലയോരത്തിലേക്ക് പോവുകയും അൻസ്വാരികൾ മറ്റൊരു മലയോരത്തേക്ക് നടക്കുകയും ചെയ്താൽ അൻസ്വാരികൾ പോകുന്നിടത്തേക്കാണ് ഞാൻ പോകുന്നത്. അല്ലാഹുമ്മ റഹമിൽ അൻസ്വാർ. നബി അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു കൊടുത്തു, പടച്ചവനെ അൻസ്വാരികൾക്ക് റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. അൻസ്വാരികൾക്ക് റഹ്മത്ത് ചെയ്യണേ, അവരുടെ മക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ, അവരുടെ മക്കളുടെ മക്കൾക്ക് റഹ്മത്ത് ചെയ്യണമേ. ഇത് പറഞ്ഞപ്പോഴേക്കും ആ സദസ്സിൽ കരയാതിരുന്ന ഒരു അൻസ്വാരിയും ഉണ്ടായില്ല. എല്ലാവരും പറഞ്ഞു, ഹബീബിന്റെ കൈ പിടിച്ച് മുത്തുകയും കൈകൊണ്ട് ആ വിശുദ്ധമായ കൈ ചുണ്ടിലേക്ക് വെച്ച് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഓരോരുത്തരും പറഞ്ഞു, നബിയെ പൊറുക്കണം, ഹബീബേ ഞങ്ങളോട് ക്ഷമിക്കണം. അല്ലാഹുവിന്റെ റസൂല് മതി ഞങ്ങൾക്ക്, അള്ളാന്റെ റസൂല് മതി ഞങ്ങൾക്ക്, ഞങ്ങൾക്കത് പൊരുത്തമായി നബിയെ, ഞങ്ങൾക്കൊന്നും വേണ്ട, മനസ്സിലുള്ള വിഷമങ്ങൾ നീങ്ങിക്കഴിഞ്ഞു നബിയെ, ഞങ്ങൾക്ക് അങ്ങ് മതി എന്ന് അൻസ്വാരികൾ ഒന്നാകെ ഹബീബിന്റെ കൈ പിടിച്ച് മുത്തുകയും കരയുകയും ചെയ്തിട്ടുണ്ട്. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തീരുമാനമാണോ, ഞങ്ങൾക്കതിൽ പ്രശ്നമല്ല, ഞങ്ങൾക്ക് സമാധാനം. ഹബീബിന്റെ ഇഷ്ടമേതോ അതാണ് ഞങ്ങളുടെ ഇഷ്ടം.